ബോസിൽ ഏറ്റവും കൂടുതൽ ചീപ്പസ്റ്റ് ഗെയിം കളിക്കുന്ന ഒരേ ഒരു വ്യക്തി അനുമോളാണ്. അനുമോളുടെ സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ട് അനുമോൾ എന്ത് ചെറ്റത്തരം വേണേലും കാണിക്കും എന്നുള്ളൊരു ഉദാഹരണമാണ് ഇന്ന് ഉണ്ടായ ആ ഒരു ഇഷ്യൂ. അതായത് ജിസയിലും ആര്യയും തമ്മിലുള്ള ഒരു ഇഷ്യൂ. അനുമോൾക്ക് എങ്ങനെയെങ്കിലും കുറച്ച് സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അനുമോളായിട്ട് ചമഞ്ഞ കഥയാണത്. അവര് തമ്മിൽ യാതൊരുവിധ കണക്ടിവിറ്റി ഇല്ല എന്നുള്ളത് നിലവിലെ തുടക്കം എപ്പിസോഡ് തൊട്ട് എല്ലാവർക്കും അറിയാം. അവർ സുഹൃത്തുക്കൾ മാത്രമല്ല, നല്ല ഫ്രണ്ട്സും ആണ്. മറ്റുള്ളവരെ പോലെ തന്നെയാണ് അവര്. ഇത്രയും നാള് വരയ്ക്കും അവരവിടെ ഉണ്ടായിട്ടും ഈ ഒരു കാര്യം അവരെ നേരിട്ട് അറിയിക്കാതെ അനുമോള് ഇന്ന് തന്നെ ഇത് എന്തുകൊണ്ട് എടുത്തിട്ടു എന്നതാണ് വലിയൊരു പ്രത്യേകത. അനുമോൾക്ക് എങ്ങനെയായിരുന്നാലും അത് താറടിച്ച് കാണിക്കണം, അല്ലെങ്കിൽ അനുമോൾക്ക് അവിടെ കയറി വരണം എന്നുള്ള സ്ട്രാറ്റജി അനുമോൾ എടുത്തത് കൊണ്ടാണ് ഇങ്ങനൊരു നാരക കളി അനുമോളെ സൈഡിൽ ഉണ്ടായത്. പക്ഷെ അത് വളരെ മോശമായിട്ടാണ് അനുമോള് മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു കാണിച്ചത്. ഇപ്പോൾ അനുമോൾ അത് പിടിക്കപ്പെടും എന്നുള്ള ഒരു ഇതായിട്ടുണ്ട്. അതിന് വരും എപ്പിസോഡുകളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷെ അനുമോൾ ഈ കാണിച്ചത് വളരെ മോശമാണ്. ഒരു പെൺകുട്ടിയുടെ ഒരു ജീവിതം വെച്ചാണ് അനുമോൾ കളിക്കുന്നത്. അനുമോളെ പോലത്തെ ഒരു മത്സരാർത്ഥി ബിഗ് ബോസ് സീസൺ 7 തുടർന്നു പോകരുതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാര്യം ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു പ്ലേ കളിക്കുന്നില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളില്ല. ആരെന്ത് ചെയ്തിരുന്നാലും കുറ്റവും കുറവും മാത്രമേ ഉള്ളൂ. പിന്നെ ആണുങ്ങളെല്ലാം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ളൊരു പറച്ചിൽ. പിന്നെ മെയിൻലി അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അനുമോള് അതേപോലെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു കണ്ടസ്റ്റന്റിനെ ബിഗ് ബോസിൽ തുറന്നു കൊണ്ടുപോകരുത്, എത്രയും പെട്ടെന്ന് പുറത്താക്കുക.